നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷ വാർത്ത ഉണ്ട്. 3 നല്ല ന്യൂസുണ്ട്. ആദ്യം ഇന്ന് സ്വർണത്തിന്റെ വില ഏറിയിരിക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റും സ്വർണത്തിന്റെ വില പെട്ടെന്ന് കേറി. 210 രൂപയാണ് കേറിയിട്ടുള്ളത്. അതായത് നോക്കുമ്പോൾ ഒരു സോവറിന് 1600 രൂപയാണ് കേറിയിട്ടുള്ളത്. പക്ഷേ ഈ കയറ്റത്തിന് നിങ്ങൾ വിശ്വസിക്കേണ്ട. തിരികെ ഈ ഏറ്റം ഇറക്കത്തിലോട്ട് ചെല്ലാം. എന്തുകൊണ്ട് പോവും? കച്ച എണ്ണയുടെ വില വന്നിട്ട് $90 കളഞ്ഞു പോകുന്നു. 91, 92 ഇരിക്കുന്നത്. നമ്മളെ സ്ഥലങ്ങളിൽ പോലെ അല്ല അവിടെ. ഏറ്റവും അങ്ങനെ വിടുന്നത് പോലെ അല്ല, നമ്മളെ സ്ഥലങ്ങളിൽ ചെയ്യുന്ന പോലെ അല്ല. അവിടെ വില കയറി ഇറങ്ങും. ഇത് കാരണം ഫ്യൂൽ പ്രൈസസും അമേരിക്കയിൽ ഏറും. സോ അമേരിക്കയിൽ വിലവാശി കയറ്റം ഇരിക്കും. വലിയ വട്ടി വിഹിതം കയറും എന്ന ഒരു പേടി അമേരിക്കയിൽ എത്തും. പക്ഷെ അമേരിക്ക എന്നുള്ള ഏറിയാണ് ഇരുന്നത്. അങ്ങനെ ഇരുന്നും ഇന്ത്യൻ മാർക്കറ്റിന് അതിപാതാളത്തിലാണ് കിടന്നത്. കാരണം കച്ച എണ്ണയാണ്. കച്ച എണ്ണയുടെ വില വന്ന് 92 എങ്കിൽ നമ്മളെ റുപ്പി വന്നിട്ട് ICUയിലിരിക്കും. രൂപ ICUയിൽ ചെന്നു 90 രൂപ 55 പൈസയിൽ രൂപയെ വിറ്റുകൊണ്ടേ ഇരിക്കുന്നു RBI. വിചാരിച്ച പോലെ NRB ഇന്ത്യക്ക് വരുന്നില്ല. ഇത് കാരണം വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലൂംബർഗ് എന്ത് പറയുന്നു എന്നാൽ ചൈന 95 കഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. അത് നോക്കുമ്പോൾ ഇത് വന്നിട്ട് ട്രെയിൻ പോലെ ചുക്കുബുക്ക് എന്ന് രൂപ 97 നോക്കിയാണ് ചെന്നുകൊണ്ടിരിക്കുന്നു. ആൾറെഡി നമ്മൾ $100 ബില്യൺ ഷോർട്ട് അടിച്ച് വച്ചിരിക്കുന്നത്. ഇത് കാരണം നമ്മൾ NRIയുടെ അടുത്ത് $50 ബില്യൺ ചോദിക്കുന്നു. സ്കിങ് ഇരുന്നപ്പോൾ, അതിന് അഡ്വൈസറായിരുന്നപ്പോൾ $50 ബില്യൺ 2 ആഴ്ചയിൽ തന്നെ കിട്ടിയായിരുന്നു. ഇപ്പോൾ കൊട്ടിക്കൊണ്ട് ഇപ്പോൾ ചോദിച്ചാലും തരുന്നില്ല. ഒരുപാട് ആൾക്കാർ ഫോറിൻ ടൂർ ചെന്മ കൂട്ടமாக ഒന്ന് നോക്കുന്നേ അല്ലാതെ ആരും പർസണെടുത്ത് ഇന്ത്യക്ക് കാശ് അയക്കുന്നില്ല. വളരെ വിഷമിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ കാശിനെ വാങ്ങി ഇമ്മീഡിയറ്റായി വിറ്റ് വെളിനാട്ടുകാർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് കാരണമാണ് ഡോളർ വരുന്നില്ല. പിന്നെ രൂപയും പ്രഷറിലിരിക്കുന്നു. രൂപ പ്രഷറിൽ ഇരിക്കുവാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും പ്രഷറിൽ തന്നെ ഇരിക്കും. അവസാനം നല്ല ന്യൂസ് വന്നിരിക്കുന്നു നമ്മളെ ബജാജ് ഓട്ടോയെ കുറിച്ച്. ഒരുപാട് ദിവസം കഴിഞ്ഞ് ഇന്ന് ടോപ്പ് ഗിയറിൽ 6% കയറിയിരിക്കുന്നു. കാലത്തിൽ നമ്മൾ 3000 രൂപയ്ക്ക് കൺസിഡർ ചെയ്ത സ്റ്റോക്കാണ്. എന്ത് കയറിയിരിക്കുന്നു എന്നാൽ പ്രോഫിറ്റ് 45% ഏറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് കയറി എന്നാൽ സെയിൽസ് കയറിയിരിക്കുന്നു. 3 മാസത്തിൽ 7 ലക്ഷം വണ്ടി, 3 മാസത്തിൽ 7 ലക്ഷം വണ്ടി എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നു. വെളിനാട്ടിന് 7 ലക്ഷം വണ്ടിയാണ് അയച്ചിട്ടുള്ളത്. ഇന്നൊരു ന്യൂസ് എന്ത് വന്നിരിക്കുന്നു എന്നാൽ 30% ഓഫ് ആൾ സെയിൽസ് വന്ന് ഇലക്ട്രിക് പവർ ട്രെയിനിൽ വിറ്റിരിക്കുന്നു. TVSന് ശേഷം അടുത്ത വെഹിക്കിൾ കമ്പനി ഇലക്ട്രിക്ക നോക്കി പോകുന്നതാണ്. ഇലക്ട്രിക് ബിസിനസ് ഹൈലി പ്രോഫിറ്റബിൾ എന്ന് ബജാജ് പറയുന്നു. ബജാജിന് ഡോളറിൽ കാശ് വരുന്നു. 3 വീലറിലും ഇലക്ട്രിക്കിൽ വിൽക്കുന്നു. ഇലക്ട്രിക് ഓട്ടോ വിൽക്കുന്നു, ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്നു. അതുമല്ലാതെ ഈ സാധാരണ എൻട്രി ലെവൽ സ്കൂട്ടറും അല്ലാതെ മോട്ടോർ സൈക്കിളും അല്ലാതെ പൾസർ, പ്ലാറ്റിന, പിന്നെ ഈ ഡോമിനോ ഏതോ ഒരു വണ്ടി അതുകൊണ്ട് ട്രയംഫ്, പിന്നെ ഈ സ്പോർട്സി ബൈക്ക് സെയിൽസാണ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത്. പക്ഷെ വെട്ടി മൂച്ചിരുത്തി എൻഫീൽഡ് പോലെ പിടിക്കാൻ റെഡിയായിരിക്കുന്നു ബജാജ്. ഇത് കാരണം ബജാജിൻ്റെ സ്റ്റോക്ക് ഇന്ന് 6% കയറിയിരിക്കുന്നു. മൂന്നാമതായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫാർമ എനഫായിട്ട് വാങ്ങിയില്ല. നിങ്ങൾ ഫാർമൊക്കെ ഒരുപാട് വാങ്ങണം. ഇന്ന് എല്ലാവരും ആശിച്ച് ട്രംപ് ആകും എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ 2028 2029 100% ഞാൻ ടാരിഫ് ഇടും. ഡേറ്റിൽ അവിടെ ഇരിക്കാതെ നോക്കാൻ നമുക്ക്. അതിനകത്ത് തന്നെ ഞാൻ 100% ടാരിഫ് ഇടുമെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടാരിഫ് ഒക്കെ കോൺഗ്രസിൽ പാസ്സാവണം. പക്ഷേ ഇതൊക്കെ കോൺഗ്രസിൽ പാസ്സാവില്ല. മരുന്ന് വില കയറുവാണെങ്കിൽ അമേരിക്കയിൽ ബോട്ടിൽ ചുറ്റാൻ തുടങ്ങും. ഇപ്പം തന്നെ ബോട്ടിൽ ചുറ്റി അമേരിക്കയിൽ റേറ്റ് കയറാൻ പോകുന്നു. അവിടെ എന്ന് പറയുവാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് അടിപെടും. കാരണം പെട്ടെന്ന് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് നാറ്റ്കോ റെഡ്ഡി ഇതുപോലത്തെ ലിസ്റ്റിൽ, അതായത് ഏതൊക്കെ ഫാർമ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് കുറവായിരിക്കുന്നു, ഏതിൻ്റെ പ്രൈസ് നല്ല ആകുമോ അതിനൊക്കെ എടുക്കാണ്ട് ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നു. ഞാൻ IT കമ്പനിയെ നേരിടാൻ നമുക്ക് അവസരം കിട്ടിയതുപോലെ ഇതിലും ഒരു വലിയ ചാൻസ് നമുക്ക് എത്തിയിരിക്കുന്നു. ആണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ ഇന്ന് മറ്റു കാര്യങ്ങളെ കുറിച്ച് നോക്കാം. HDFC ബാങ്കിന് ന്യൂമോണിയ പിടിച്ചിരിക്കുന്നു. പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നു. ഡെപ്പോസിറ്റ് കയറുന്നില്ല. ഒരുപാട് ബാഡ് ന്യൂസ് കൊടുത്ത കാരണം
2 ദിവസത്തിൽ തന്നെ 8-9% കറപ്റ്റായിരിക്കുന്നു. ഇത് കാരണം വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ഇപ്പോൾ ഇരിക്കുന്നു. 1, 2 എന്ന് കൺസിഡർ ചെയ്താൽ അതിൽ ഏതൊരു തെറ്റുമില്ല. അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഹോട്ട് ന്യൂസ് ആയിട്ട് ആദ്യമേ തന്നു. അടുത്തത് ഇൻഡെക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം വന്നിട്ട് നിഫ്റ്റി ICUക്ക് ചെന്നിരിക്കുന്നു. 24,000 ബ്രേക്ക് ചെയ്തിരിക്കുന്നു. 210 പോയിന്റ് മൈനസിലിരുന്നു. മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയം 197 അഡ്രസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി തന്നെ വലിയ പ്രോബ്ലം. 706 പോയിന്റാണ് ഡൗണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് 23,400 ചെല്ലുമ്പോൾ വളരെ ഡാൻസ് ആർഡറിൽ നിന്ന് പെട്ടെന്ന് ഹോക്കിനെ ഇറക്കും. ഒൺലി എ മാറ്റർ ഓഫ് ടൈമാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രഷറിലിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് 800 വരും എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് വരും. നാളെ വില രൂപ 95 എങ്കിൽ $200 റേറ്റ് ഇടണം. അതല്ല രൂപ ഇറങ്ങും. മാർക്കറ്റ് ഇന്നും ഇറങ്ങാൻ്റെ പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇന്ന് വൈകുന്നേരം അമേരിക്കൻ നമുക്ക് സപ്പോർട്ട് ചെയ്യൂല്ലെങ്കിൽ 23,500 രൂപ വരയ്ക്കും കെട്ടിക്കിടപ്പിലാവും. കാരണം നമ്മൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ വലിയ റിട്ടേൺ ഒന്നും നമ്മൾ എതിർനോക്കാൻ പറ്റൂല. ഇത് വന്നിട്ടൊരു വലിയ ന്യൂസാണ്. അതിൻ്റെ ശേഷം TVS മോട്ടോഴ്സും വളരെ നല്ല റിസൾട്ട് കൊടുത്തിരിക്കുന്നു. 1000 കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് ഒരു ക്വാർട്ടറിൽ ആദ്യത്തെ പ്രാവശ്യം റീച്ച് ആയിരിക്കുന്നു. ഇത് കാരണം ഒരു 20-25% പ്രോഫിറ്റ് ഏറിയിരിക്കുന്നു. അവരും എന്ത് പറയുന്നു എന്നാൽ ബജാജ് പോലെ ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ വളരെ നന്നായിരിക്കുന്നു. ഞങ്ങൾ സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർട്ടിൻ ബൈക്കർ ഞങ്ങൾ സൂപ്പറായിട്ട് ചെയ്യും. ഞങ്ങൾക്കും വളരെ നല്ല ഒരു ഫ്യൂച്ചർ ഇരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഹീറോയും ഏത്തറും ഇത് തന്നെ പറയും. നിങ്ങൾ ഹീറോയും ഏത്തർ മിക്സ് ആകുന്ന സമയം ഏത്തറിൽ കുറച്ച് ചെറിയ പ്രോബ്ലം ഇരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ സോൾവ് ആവും. സോല തന്നെ ICUയിലിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് വെന്റിലേറ്ററിലും ഇടും. അതിൻ്റെ കഥ തീരും. ഇത് കാരണം നിങ്ങൾ ഓലയുടെ പുറകെ പോകാതിരിക്കുന്നത് നല്ലതാണ്. അവക്കും എലോൺ മസ്കിനും ഏതൊരു ബന്ധവുമില്ല. അടുത്തത് ഇന്ത്യൻ ഹോട്ടൽസ്. റിസൾട്ട് വളരെ നന്നായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഒരു വലിയ ടേൺ അറൗണ്ട് സ്റ്റോറിയാണ്. 2017 പുനീത് ചൊത്ബല എടുത്തപ്പോൾ അടനിൽ മുഴുകിയിരുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് അത് ഡെപ്റ്റ് ഫ്രീ ആയി അസറ്റ് ലൈഫ് മോഡലിലോട്ട് ചെന്ന് ഒരുപാട് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് ഒരു 300 ഹോട്ടൽ റെഡി ആയിട്ടുണ്ട് സൈൻ ഇൻ ചെയ്യാൻ. അതുമല്ലാതെ ഇത് ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റയുടെ സ്ട്രാറ്റജി തന്നെ എല്ലാത്തിനും ഗ്ലോബൽ ആക്കുന്നതാണ്. ഇപ്പോൾ അവരെന്ത് പറയുന്നു എന്നാൽ ബാങ്കോക്ക്, കെന്യ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഹോട്ടൽ തുറക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഗുജറാത്തിൽ കടൽ മേലിരുന്ന് 2030 വലിയ സീഡക് ഹോട്ടലിന് ബദലായിട്ട് താജ് മന്ത്ര എന്നൊന്ന് ചെയ്യാൻ പോകുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് ഫൈനലൈസ് ചെയ്തില്ല എന്ന് പറയുന്നു. മൊത്തം ഇന്ത്യൻ ഹോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് ടേൺ അറൗണ്ട് ആയി എന്നാൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ബ്ലഡ് ഇസ് ഇൻ ദ സ്ട്രീറ്റ്. അതായത് രക്തം ആറാ ഓടുമ്പോൾ നമ്മൾ ഇതിനെ വാങ്ങണം. രക്തം ആറാ എപ്പോൾ ഓടി ഒന്ന് ആ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ വണ്ടി രക്തം ആറാ ഓടിക്കൊണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് ഒരു സൂപ്പർ സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നു. ടേൺ അറൗണ്ട് ചെയ്തിരിക്കുന്നു. ടാറ്റയുടെ ലീഗൽ നെറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ടേൺ അറൗണ്ട് സ്റ്റോറിക്ക്. ഇത് എന്ത് സ്റ്റോറി എന്നാൽ TCS എന്നിരിക്കുമ്പോൾ മറ്റതൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ മറ്റു കമ്പനികളും കൈ കൊടുക്കും എന്ന ഒരു നിലയ്ക്ക് വന്ന് നിൽക്കുന്നു. ഇന്ന് വലുതായിട്ട് വീഴുന്നത് ബാങ്ക് നിഫ്റ്റി മാത്രമാണ്. ബാങ്ക് നിഫ്റ്റി മാത്രം ഇന്ന് രാവിലെ 1% മേലെ ഇറങ്ങിയിരിക്കുന്നു. ഓട്ടോ പോസിറ്റീവായി ഉണ്ടായിരുന്നു. ഫാർമ 2% നെഗറ്റീവ്, IT 1% നെഗറ്റീവ്, FMCG 0.4 നെഗറ്റീവ്, Intel 0.2 നെഗറ്റീവ്, ബജാജ് ആട്ടോ 6%, റിലയൻസ് ജുവലേഴ്സ് പോസിറ്റീവ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1.2% പോസിറ്റീവ്, ആഡ്കോ 3% അടുത്ത് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കർണാടക ബാങ്ക് 2% കാലി, സൈഡസ് ലൈഫ് സയൻസസ് 2% കാലി, പിന്നെ സിപ്ല 1.8, ഡോക്ടർ റെഡ്ഡി 1.2, സൺ ഫാർമ 1.1, ടെക് മഹേന്ദ്ര 1%, തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 1%. ബാങ്ക്, ഫാർമ, IT ഒക്കെ വലുതായിട്ട് അടി വാങ്ങിയിരിക്കുന്നു. ഫാർമയ്ക്കും ITക്കും റുപ്പി വീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ടിരിക്കും. പിന്നൊരു കാര്യം, ITയിൽ കോഗ്നിസന്റിന് $500 മില്യണിന് കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇന്ത്യനി എന്നിടത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ വലിയ വലിയ ഡീലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രോയുടെ കൺസ്യൂമർ കെയർ, അതായത് പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനി ബൈ NG. ഈ കമ്പനി എന്ത് പ്രഷർ ഉണ്ടെങ്കിലും
ടേൺ ഓവർ 9% മുകളിൽ ഗ്രോ ആയിരിക്കുന്നു. ഒക്കെ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഫിലിപ്പീൻസിൽ എസ് ബ്രാൻഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് കമ്പനീനെ എം.ജി വാങ്ങിയിരിക്കുന്നു. ഒരു വ്യവസായ ബാങ്കും വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ബാങ്കാണ്. ശേഷാദ്രി അതിന് 25 രൂപയിൽ വച്ചിരുന്നപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് 48% പ്രോഫിറ്റ് കൂടി ഓഹോ എന്നിരിക്കുന്നു. അതിൻ്റെ വിലയും 2 ദിവസം കൊണ്ട് വളരെ കയറിയിട്ടുണ്ട്. നല്ല ഡിവിഡൻഡ് എമൗണ്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതും ഒരു മൾട്ടി ബാഗർ നമുക്കിപ്പോൾ തീർന്നിരിക്കുന്നു. അരൂർ വ്യവസായ ബാങ്ക് ഈ ആഴ്ചയിൽ ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു. ICICI ബാങ്ക് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് $500 മില്യൺ ബോണ്ടായിട്ട് ജിം സിറ്റി മൂലം ഇടുന്നതായിട്ട് ന്യൂസ് വന്നിരിക്കുന്നു. ഈ $500 മില്യൺ റൈസ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഇന്ത്യയുടെ എടുത്തോണ്ട് വരും. ഗവൺമെൻറ്റിന് 500 മില്യണും കിട്ടും. വോൾക്സ് വാഗൻ ലോകം ഫുള്ളും ട്രബിളിലാണ് ഇരിക്കുന്നത്. ഇയർലി 50% ഒരാൾക്കാരനെ ജോലിയിൽ ഇരുന്നെടുക്കാൻ പോകുന്നു. ഇതിൽ ചെറിയ ബിസിനസ്സും അവർക്ക് ഇരിക്കുന്നു. ഇതിലുള്ള ഒരു പോർഷന് അവർ JSWക്ക് വിൽക്കാൻ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കമ്പനി ഓൾറെഡി ഡീസൽ പ്രോബ്ലത്തിലാണ് തത്തളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തത്തളിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയൊരു കമ്പനിക്ക് ഒരു സ്റ്റോക്ക് അവർ വിൽക്കുന്നു. ടി എന്ന് നമ്മൾ അറിഞ്ഞ കമ്പനി, ഇന്ത്യസ് ലാർജസ്റ്റ് കാർ മേക്കർ. നിങ്ങളെ കൊണ്ട് മാർജിൻ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. ഒവൊരു കാറിനും മിനിമം 30,000 രൂപയിൽ ഇതിന് അതിന് മുകളിൽ വില കയറ്റാൻ പോകുന്നു എന്ന് പറയുന്നു. ഓവറാളെ നോക്കിയാൽ എല്ലാത്തിൻ്റെ കാർ വില ഏറാൻ പോകുന്നു. നേപ്പാളിലിരുന്ന് എഡിബിൾ ഓയിൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് വരുന്ന കാരണം നേപ്പാൾ വലിയായിട്ട് ഇമ്പോർട്ട് ചെയ്ത് എല്ലാ ആൾക്കാർ ചീപ്പറായിട്ട് വിൽക്കുന്നു. ഇന്ത്യക്കാർക്കൊക്കെ ദേഷ്യപ്പെട്ട റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആക്ക് എങ്കിൽ നേപ്പാളിൽ ഡ്യൂട്ടിയെ പ്ലഗ് ചെയ്യാൻ പറയുന്നു. പലപോലെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആക്കുവാണെങ്കിൽ ഇനിയും കുറച്ച് വില അഡ്ജസ്റ്റായി കറക്റ്റ് ആവും. ബട്ട് ആ ഡോളർ വീഴുന്നത് മാനേജ് ചെയ്യാൻ പാടായിരിക്കും കുറേ. പക്ഷേ ഗവൺമെൻറ്റിന് റവന്യൂ ലോസ് വരും. കളിൽ ഫാർമേഴ്സ് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചത് കുറച്ച് കഷ്ടമാവും. ഒരാളാ ഒരു ഓപ്ഷൻസ് ചോയ്സ് ഫാക്ടർ സെയിൽസ് ജൂൺ മാസം 10% മുകളിൽ കയറിയിരുന്നാലും ഇപ്രാവശ്യം മാൺസൂൺ ഫെയിലിയർ ആയ കാരണം എൽനിനോ എഫക്റ്റ് കാരണവും ഓവറാൾ ഔട്ട്ലുക്ക് ക്രൗഡഡ് ആയിരിക്കും എന്ന് പറയുന്നു. സെൽഫ് സ്പേസിൽ മെയിനായിട്ട് ഇത് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയെ തന്നെ അഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ. ഇന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരുപാട് അവസരം കിട്ടി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ നടന്നു. മാർക്കറ്റ് 24-ന് ബ്രേക്ക് ചെയ്തു. 24,400 അങ്ങനെ ഏറാൻ പോകുന്നതില്ല. ട്രംപിൻ്റെ ടാരിഫ് ടാൻട്രം തിരികെ ഇന്ത്യക്ക് വന്നിരിക്കുന്നു. ഇന്ന് മെയിനായി വീഴുന്നത് ഫാർമ സെക്ടർ കാരണമാണ്. പോകുന്നത് 1.5 വർഷം കഴിഞ്ഞാണ്. അവസരം കിട്ടുമ്പോൾ കൺസിഡർ ചെയ്യണം. ഇഫ് കയറുവാണെങ്കിൽ അമേരിക്കൻ കാരണം തന്നെ കൂടുതൽ കാശ് കൊടുക്കണം. അമേരിക്കയിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റൂല. ആണ് യഥാർത്ഥ കഥ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-ൽ 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.